രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. ഗേറ്റ് കടന്നു വരുന്ന അർഷനെ കണ്ടതും വേണി തിടുക്കത്തിൽ ചൂൽ പിറകിലേക്കാക്കി എണീറ്റു. അവൾ നോക്കി ഒന്ന് പുഞ്ചിരിച്ചവൻ. അവളും ചിരിച്ചു. അവന്റെ കയ്യിലെ കുറച്ച് ഷോപ്പറുകൾ കൂടെ കണ്ടപ്പോൾ മനസ്സിലായി ഹർഷൻ ഫ്രഷ് ആവാനും മറ്റുമായി വന്നതാണെന്ന്. ഇന്നലെ അച്ഛൻ പറഞ്ഞിരുന്നു ഹർഷൻ ഫ്രഷ് ആവാൻ വരുമെന്ന്. ഹോസ്പിറ്റലിൽ എല്ലാവരും കൂടെ ഫ്രഷ് ആവാൻ ബുദ്ധിമുട്ടാവും, ഇവിടെ ഒന്ന് ഫ്രഷായി സ്റ്റേഷനിൽ പോവേണ്ട ആവശ്യം കൂടെ ഉണ്ടെന്നൊക്കെ. അവൾ ചൂലവിടെ ഇട്ട് അവന് വേഗം അകത്തേക്ക് വിളിച്ചു കയറ്റി. പിന്നെ അച്ഛനെ ഉറക്കെ വിളിച്ചു വരുത്തുകയും ചെയ്തു. ആ, ഹർഷം വന്നോ? തന്നെ കാണാതായപ്പോ ഞാൻ കരുതി ഇനി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഫ്രഷായെന്ന്. ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാവുന്ന കരുതി. പിന്നെ ഇന്നലെ വരാൻ കഴിഞ്ഞില്ലല്ലോ. പറഞ്ഞവസാനിക്കുമ്പോൾ ചെറിയ നൊമ്പരമോ നോവോ കലർന്നിരുന്നു അവന്റെ ശബ്ദത്തിൽ. വീട് കണ്ടപ്പോൾ അവന് പ്രയാസമായിട്ടുണ്ടാവുമെന്ന് തോന്നി രണ്ടാൾക്കും. ആ, സാരലിടൂ, ചെന്ന് ഫ്രഷാവും. ഷാജി അവനെ ആളുടെ റൂമിലേക്ക് കൊണ്ടുപോയി. രണ്ടാളും റൂമിലേക്ക് പോയതും വേണി മുറ്റത്തേക്ക് തന്നെ ഇറങ്ങി. ചൂലെടുത്ത് അടുക്കള വശത്തേക്ക് പോയി. കൈയും കാലും ഉരച്ച് കഴുകി അടുക്കളയിലേക്ക് കയറി. കടലക്കറിയും ദോശയും ആയിട്ടുണ്ട്. അച്ഛൻ ചട്നി ഉണ്ടാക്കാനുള്ള പുറപ്പാടിനിടയിലാണ് ഹർഷൻ വന്നതെന്ന് തോന്നിയവൾക്ക്. വേണി ചായക്കുള്ള വെള്ളവും പാലും തിളപ്പിക്കാൻ വെച്ചു. ചട്നിക്കുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ ചട്നിയും ചായയും ഉണ്ടാക്കി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ചായ ഫ്ലാസ്കിലേക്ക് മാറ്റി ഒഴിച്ചു വെച്ചു. ചുടുവെള്ളവും നിറച്ചു വെച്ചു. 2 കാസറോളുകളിലായി ദോശയും കടലക്കറിയും മറ്റൊരു പാത്രത്തിൽ ചട്നിയുമാക്കി. എല്ലാ അടുക്കളയിൽ തന്നെയുള്ള ഒരു ഷോപ്പറിൽ എടുത്തു വെച്ചു. അന്നേരം ഷാജി അങ്ങോട്ടേക്ക് വന്നു. അയാളുടെ കയ്യിൽ ഇന്നലെ ഭക്ഷണം കൊണ്ടുപോയ ബാഗും പാത്രങ്ങളും ഉണ്ടായിരുന്നു. ഹർഷൻ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു അത്. ഹർഷൻ കുളി കഴിഞ്ഞിട്ടുണ്ട്, കഴിച്ചിട്ട് ഒരുമിച്ചിറങ്ങാന്നേ അയാൾ പറഞ്ഞു. അച്ഛൻ ഹോസ്പിറ്റലിലേക്കാണോ? ഹോട്ടലിൽ പോകുന്നില്ലേ? വേണി സംശയത്തോടെ ചോദിച്ചു. ഞാനിപ്പോ നേരെ ഹോട്ടലിലേക്ക് തന്നെയാ പോകുന്നേ. ഹർഷ ഹോസ്പിറ്റലിലേക്കും. അവൻ കൊണ്ടുപോയിക്കോളും ഭക്ഷണമെല്ലാം. ഞാനൊരു 10 മണിയാകുമ്പോൾ പോവാന്നേ. ഇന്ന് പിന്നെ ഹർഷന്റെ അച്ഛന്റെ വീട്ടുകാരും വരുന്നുണ്ടല്ലോ. വേണി അച്ഛനെ കേട്ടുകൊണ്ട് തന്നെ കഴിക്കാനുള്ളതെല്ലാം എടുത്തു. അച്ഛനും മകളും കൂടെ തന്നെ അതെല്ലാം ഹാളിലെ ടേബിളിൽ കൊണ്ടുവച്ചു. അമൽ എണീറ്റില്ലേ? ഈ ചെക്കൻ എപ്പോ എണീക്കാനാ? വേണി, ആ ചെക്കനെ എണീപ്പിച്ചേ പോയി. ഉച്ചക്കത്തേക്കുള്ള ഉണ്ടാക്കാനേ അവനും കൂടെ വിളിച്ചോണ്ടു. ഒറ്റയ്ക്ക് എല്ലാ ജോലിയും കൂടെ ചെയ്യണ്ട, കേട്ടല്ലോ. ഷാജി പറയുന്നതിനെല്ലാം തലകുറുക്കി കേട്ടുകൊണ്ട് അവൾ അമലിനെ വിളിക്കാൻ പോയി. ഷാജി ആവട്ടെ ടിവിയിൽ ന്യൂസ് വെച്ചുകൊണ്ട് സെറ്റിയിലേക്ക് ഇരുന്നു. ഹർഷൻ യൂണിഫോമിലായിരുന്നു. റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് അവനെ ആ വേഷത്തിൽ കണ്ടപ്പോൾ ഷാജി ഒന്ന് നോക്കി. തന്റെ കൂടെയുള്ള സ്ഥലം എസ്സയാണെന്ന് ചിന്തിക്കുന്നത് അയാൾ അപ്പോഴാണ്. കഴിഞ്ഞ ദിവസം മുതലാണ് ഇത്ര അടുത്തിടപഴകുന്നത്. ഒരു മകനെ പോലെയാണ് അയാൾക്ക് അപ്പോഴെല്ലാം തോന്നിയത്. ഉത്തരവാദിത്വവും പക്വതയും സ്നേഹവും ബഹുമാനവുമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അവനെന്ന് കൂടെയുള്ള കുറച്ച് സമയം കൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു അയാൾ. ഈ വേഷത്തിൽ കാണുമ്പോഴാ മോനൊരു പോലീസാണെന്ന് ഞാൻ ഓർക്കുന്നത്. മനസ്സിൽ തോന്നിയ ഷാജി അവനോട് പറഞ്ഞപ്പോൾ അവനിൽ ഒരു ചിരി വിടർന്നിരുന്നു. നേരം കളയണ്ട, കഴിച്ചിട്ടിറങ്ങാം, വായു. അയാൾ ടേബിളിനടുത്തേക്ക് നീങ്ങിയപ്പോൾ ഹർഷൻ അലസമായി ന്യൂസ് ഒന്ന് നോക്കി. റോഡ് മുഴുവൻ വെള്ളം നിറഞ്ഞ പരിചിതമായ സ്ഥലം കണ്ടതും ഹർഷന്റെ കണ്ണുകൾ കൂർത്തു. ഒരു നിമിഷം ആ ന്യൂസ് നോക്കിയിരുന്നവൻ. മോനെ വായു. ഷാജി വിളിച്ചപ്പോൾ അവൻ നെറ്റിയിലൊന്ന് ചുരണ്ടിക്കൊണ്ട് അയാൾക്കടുത്തേക്ക് നടന്നു. ഹർഷൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ 3 പേര് എന്തൊക്കെയോ സംസാരിച്ചിരിക്കുകയാണ്. അവനെ കണ്ടതും സന്ധ്യ ചെന്ന് അവന്റെ കയ്യിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് അടങ്ങിയ കിറ്റ് വാങ്ങിച്ചു. ഡോക്ടർ ചെക്കപ്പിന് വരും മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതാണ്. കഴിച്ചില്ലേ ഹർഷ? പ്ലേറ്റുകളിലേക്ക് ഫുഡ് വിളമ്പുന്നതിനിടയിൽ സന്ധ്യ ചോദിച്ചു. ആ, ഞാൻ കഴിച്ചിട്ട് ഇറങ്ങി. ശ്യാമിനടുത്തേക്ക് ഇരിക്കുന്നതിനിടയിൽ തന്നെ അവൻ മറുപടി കൊടുത്തു. അമ്മേ, ആന്റി വരും തോന്നില്ല കേട്ടോ. അവിടെ ആകെ വെള്ളം കയറി പ്രശ്നമായിട്ടുണ്ട്. മിക്കവാറും ക്യാമ്പിലേക്ക് അങ്ങനെ മാറിയിട്ടുണ്ടാവൂര്. ഈശ്വര, എന്തൊക്കെയാ നടക്കുന്നേ? നീ എന്നിട്ട് അങ്കിളിനെ വിളിച്ചില്ലേ? രാധികാവും പറയുന്ന കേട്ടപ്പോൾ ആദ്യമായി. ശ്യാമും സന്ധ്യ ഹർഷനെ നോക്കി. വിളിച്ചു, അങ്കിളുടെ ഫോൺ ഓഫാ. ആന്റിയുടെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയില്ല. ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ കോണ്ടാക്ട് ചെയ്യാൻ കഴിയും. അമ്മനി ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഹർഷൻ രാധികയെ സമാധാനിപ്പിച്ചു. സന്ധ്യ 3 പേർക്കുള്ള ഭക്ഷണം വിളമ്പി. അവർ കഴിക്കാൻ തുടങ്ങിയതും ഹർഷൻ ഫോണിൽ അങ്കിളുടെ നമ്പർ ഒന്നുകൂടെ ട്രൈ ചെയ്തു. ഇത്തവണ പക്ഷേ അപ്പുറത്ത് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊരു നെടുവീർപ്പോടെ ഫോൺ ചെവിയോട് ചേർത്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഹലോ ഹർഷ, മോനെ. അങ്കിളുടെ ശബ്ദം കേട്ടത് അവന് ആശ്വാസമായി. അങ്കിള്, എവിടെ ഇപ്പോ? സേഫ് അല്ലേ എല്ലാവരും? വീട്ടിൽ വെള്ളം കയറിയോ? ആർക്കും കുഴപ്പമില്ലല്ലോ. ഇപ്പൊ എവിടെയാ? അവൻ തുരുതുരെ ചോദിച്ചു. ആർക്കും കുഴപ്പമില്ല ഹർഷ, ഞങ്ങളിപ്പോ UP സ്കൂളിലാ. വീട്ടിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ടാ മോനെ. വെള്ളം കയറി തുടങ്ങിയപ്പോഴും ഞങ്ങൾ ക്യാമ്പിലേക്ക് പോന്നു. പിന്നെ ഇവിടെയാണെങ്കിൽ കറണ്ടും ഇല്ലായിരുന്നു. ഫോൺ ഓഫായി പോയി. ആന്റിയുടെ ഫോൺ ആ തിരക്കിൽ വീട്ടിൽ നിന്ന് എടുക്കാനും മറന്നു. അങ്കിൾ പറയുന്ന കേട്ടപ്പോൾ അവൻ അല്പം കൂടെ ആശ്വാസം തോന്നി. ആന്റിയും കുട്ടികളൊക്കെ എവിടെ? അവരോട് ഓക്കെ അല്ലേ? ആ, ചിന്നനും കുക്കൊക്കെ ഹാപ്പിയാ. ഇവിടെ അവരുടെ ഫ്രണ്ട്സ് കുറെ കുട്ടികളുണ്ടേ. എല്ലാവരും കൂടെ കളിയില്ല. പിന്നെ അവിടുത്തെ കാര്യം ഓർക്കുമ്പോൾ ആന്റിക്കും എനിക്ക് വിഷമമുണ്ട്. ഇങ്ങനെയൊന്നും പ്രതീക്ഷയല്ലല്ലോ. അയാളുടെ പ്രയാസം വാക്കുകളിൽ വ്യക്തമായിരുന്നു. ആ, ഞാൻ രാവിലെ ന്യൂസ് കണ്ടപ്പോഴറിഞ്ഞ്. അങ്കിളിനെ ആന്റിയെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. നല്ല ടെൻഷനായിപ്പോയി. പിന്നെ ഇവിടുത്തെ കാര്യം
അതൊന്നും കുഴപ്പമില്ലെങ്കിലേ, സിറ്റുവേഷൻ അറിയാത്തല്ലോ. ഇവിടെ നെയ്ബേഴ്സൊക്കെ നല്ല സ്നേഹവും സഹകരണമുള്ളവരാ. നാളെ മറ്റന്നാളെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവും. അതുവരെ മാനേജ് ചെയ്യാം. പക്ഷെ ഇതുവരെ ഒരു വീട് ശരിയായിട്ടില്ല. അതാണ് ഒരു പ്രശ്നം. അന്വേഷിക്കുന്നുണ്ട് ഞാൻ. അവൻ പറഞ്ഞു കേട്ടപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാത്ത പോലെയായി. ഇനിയിപ്പോ എന്ത് ചെയ്യടാ മോനെ? അയാൾ ആകുലതയോടെ ചോദിച്ചു. അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ശരിയായില്ലെങ്കിൽ പോലീസ് കോട്ടേഴ്സിലേക്ക് മാറാം. നോക്കട്ടെ. എന്നാൽ ശരിയെങ്കിൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഇവിടുത്തെ കാര്യം ഒന്നും ടെൻഷൻ ആവേണ്ട. അത് ഞാൻ റെഡി ആയിക്കോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെങ്കിൽ ആൻറ്റിയോട് പറഞ്ഞേക്ക്. ശരി. അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കോൾ അവസാനിപ്പിച്ചു. റൂമിലേക്ക് ചെന്നപ്പോൾ 3 പേരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്കിളായിരുന്നു. വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവരിപ്പോൾ ക്യാമ്പിലാണ്. ആൻറ്റിക്കും അങ്കിളിന് ഇവിടുത്തെ കാര്യം ഓർത്ത ടെൻഷൻ. ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. അവൻ അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. ആണോ? ആർക്കൊന്നും പറ്റിയില്ലല്ലോ. അതന്നെ വലിയ കാര്യം. രാധികക്കും മനസ്സിൽ അതുവരെ തോന്നിയ അസ്വസ്ഥത നീങ്ങി. വീട് അന്വേഷിക്കുന്നുണ്ട്. ഈ മഴയും പ്രളയൊക്കെ കൂടെ ആയോണ്ടാ. ഇല്ലല്ലോ, ഒരു വീടെങ്ങനെ സംഘടിപ്പിക്കായിരുന്നു. ഇതിപ്പോ ഇങ്ങനൊരു അവസ്ഥ ആയതുകൊണ്ട്. അവൻ മുഴുമിക്കാതെ അമ്മയെ അനിയനെ നോക്കി. വീട് ശരിയായില്ലെങ്കിൽ എന്താ, ഉള്ള സൗകര്യത്തിൽ നമുക്ക് അവിടെ കൂടാലോ. ഷാജിയേട്ടൻ പറഞ്ഞിരുന്നു വീട് ശരിയായില്ലെങ്കിൽ എല്ലാവർക്കും കൂടെ അവിടെ കൂടാന്ന്. അതൊന്നും ചിന്തിച്ച് 3 പേരും ടെൻഷൻ ആവേണ്ട. വീട് കിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അവിടെ തന്നെ കൂടാം. സന്ധ്യ പറഞ്ഞപ്പോൾ 3 പേരും അവർ അത്ഭുതത്തോടെ നോക്കി. അവരുടെ മുഖത്തെ ചിരിയും തെളിച്ചവും കണ്ടപ്പോൾ അതൊരു വെറും വാക്കോ പേരിനൊരു ക്ഷണവുമായി തോന്നിയില്ല. ആത്മാർത്ഥതയോടെ ഏറെ സന്തോഷത്തോടെ തന്നെയാണ് പറയുന്നത്. ഹർഷനും രാധികയ്ക്കും ശ്യാമിനും അത് സന്തോഷവും ആശ്വാസവും നൽകുന്നതിനോടൊപ്പം തന്നെ വല്ലായ്മയും തോന്നിയിരുന്നു. ഡിസ്ചാർജ് ആവും മുമ്പ് ഒരു വീടൊപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് അവൻ തീവ്രമായി ആഗ്രഹിച്ചു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വരുമെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും കരുതിയിട്ടില്ല. മനുഷ്യൻ നിസ്സാരനായ ഒരു ജീവിയാണെന്നും നിസ്സായത നിറഞ്ഞ നിമിഷങ്ങളിലൂടെ അവൻ ഒരിക്കലെങ്കിലും കടന്നു പോകുമെന്നും ഹർഷൻ ഓർത്തു. ഹലോ, എടാ കേൾക്കുന്നില്ല? അഞ്ജന പറ. വേണി കാതിൽ ഫോണും വെച്ച് കുറച്ചധികം നേരമായി റൂമിലൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. മറുവശത്ത് അഞ്ജനയാണ്. അവളിപ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോന്നിരുന്നു. മഴ നിർത്താതെ പെയ്തു തുടങ്ങിയപ്പോഴേ അവൾ ജംഗമവസ്തുക്കളും പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു. ഇല്ലെങ്കിൽ വീട്ടിൽ വെള്ളം കയറുമ്പോൾ ഏതെങ്കിലും ക്യാമ്പിൽ നിൽക്കേണ്ടി വരുന്ന അവൾക്ക് തോന്നിയിരുന്നു. പറഞ്ഞ പോലെ തന്നെ അമ്മായിയമ്മയും അമ്മായിയപ്പനും നാത്തൂനും ഇപ്പോൾ ക്യാമ്പിലാണ്. അവിടെ അടുത്ത് തന്നെ പുഴയായതുകൊണ്ട് അഞ്ജന പോയി 2 ദിവസങ്ങളിൽ തന്നെ വെള്ളം വീടിനകത്തേക്ക് എത്തിയിരുന്നു. അഞ്ജനയുടെ വീട് ഉയർന്ന പ്രദേശത്തായതുകൊണ്ട് പ്രളയം വരുമോ എന്ന പേടിയില്ല. നാശം, ഒന്ന് കേൾക്കാൻ പറ്റിയില്ല. വേണി ഫോൺ ബെഡിലേക്കിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഹോസ്പിറ്റലിലേക്കുള്ള ഉച്ചയൂണുമായി അമലാണ് പോയിരിക്കുന്നത്. അവൻ പോയൊരു 10 മിനിറ്റ് കഴിഞ്ഞില്ല. മഴ തകർത്ത് പെയ്യാൻ തുടങ്ങി. ഇതെന്ത് മഴയാണ്? ലോകാവസാനായോ ദൈവമേ. ജനലിനുള്ളിലൂടെ പുറത്തെ മഴയിലേക്ക് നോക്കി അവൾ തനിയെ പറഞ്ഞു. മുറ്റത്തെല്ലാം മഴവെള്ളത്തോടൊപ്പം മണ്ണ് കുത്തിയൊലിച്ച് റോഡിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് രാവിലെ ശരിയാക്കിയ പൂന്തോട്ടം പഴയതിനേക്കാൾ പരുവമായിട്ടുണ്ട്. തണുപ്പുകൊണ്ട് വേണി കൈ രണ്ടും കൂട്ടിത്തിരുമി. ഗേറ്റിനടുത്ത് നിർത്തിയ ബുള്ളറ്റിൽ നിന്നൊരാൾ ഇറങ്ങി വന്ന് ഗേറ്റ് തുറക്കുന്ന കണ്ടും വേണി ജനലിനോട് അല്പം കൂടെ അടുത്തേക്ക് നിന്ന് അങ്ങോട്ടേക്ക് നോക്കി. ഗേറ്റ് തുറന്ന് ബുള്ളറ്റുമായി വരുന്ന ഹർഷനാണെന്ന് മനസ്സിലായതും അവളൊന്ന് അമ്പരന്നു. ഒറ്റക്കായതുകൊണ്ട് അവൾക്ക് ചെറിയൊരു പരിഭ്രമവും തോന്നി. പോർച്ചിലേക്ക് വണ്ടി നിർത്തി ഇറങ്ങി റെയിൻകോട്ട് അഴിക്കുന്നവനെ കണ്ടപ്പോൾ ഡോറ് തുറക്കണോ വേണ്ടയോ എന്നറിയാതെ അവൾ സംശയിച്ചു നിന്നു. പിന്നെ ഡോറ് തുറക്കാമെന്ന ധാരണയിൽ ഡോറിനടുത്തേക്ക് നടന്നു. വേണി ഡോർ തുറന്നപ്പോൾ ഹർഷൻ തിരിഞ്ഞു നോക്കി. ഉമ്മറത്തേക്ക് വരുന്നവളെ നോക്കി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രാവിലെ ഞാനിവിടെ ഒരു ഫയലും മറന്നു വെച്ചിരുന്നു. തിരക്കിട്ടിറങ്ങിയപ്പോൾ എടുക്കാൻ വിട്ടുപോയതാ. അയ്യോ ആണോ? ഞാൻ കണ്ടിരുന്നില്ല. എന്നാ ഹർഷനും കയറി ഒന്ന് എടുത്തോളൂ. കാര്യം അറിഞ്ഞതും ആളവനകത്തേക്ക് വിളിച്ചു. ഷൂസ് അഴിച്ചു വെച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി ചെന്നു. ഹർഷൻ ചേട്ടൻ ലഞ്ച് കഴിച്ചാണോ? അകത്തേക്ക് കയറുന്നതിനിടയിൽ അവൾ ചോദിച്ചു. യെസ്, ഞാൻ കഴിച്ചു. വേണി കഴിച്ചില്ലേ? ഞാനും കഴിച്ചു. ആദ്യമായിട്ടാണ് അവൻ തന്റെ പേര് വിളിക്കുന്നതെന്ന് ഓർത്തവൾ. അച്ഛന്റെയും അമ്മയുടെയും റൂമിലേക്ക് ഹർഷനൊപ്പം അവളും ചെന്നിരുന്നു. ബെഡിനോട് ചേർന്ന മരത്തിന്റെ ചെറിയ ടേബിളിൽ ബ്ലൂ കളർ ഫയൽ കണ്ടതും അവൻ തിടുക്കത്തിൽ അതെടുത്തു. വെറുതെ ഒന്ന് മറിച്ച് നോക്കൂടി ചെയ്തതിനു ശേഷം അവൻ വേണിയെ നോക്കി. ഇതാണോ? അതെ, ഇത് തന്നെയാ. ശരി, ഞാൻ ഇറങ്ങുന്നു. സ്റ്റേഷനിൽ നിന്ന് വന്നാ പെട്ടെന്ന് പോകണം. വേണിയൊന്നും മന്ദാസത്തോടെ തലയാട്ടുക മാത്രം ചെയ്തു. ഡോറ് കടന്ന് നടന്നവൻ പെട്ടെന്ന് തിരിഞ്ഞു. സംശയത്തോടെ നോക്കിയവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് ചുണ്ടിൽ അമർത്തി ചുംബിച്ചവൻ. പെട്ടെന്ന് വേണിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. തന്റെ ചുണ്ടുകൾ അപ്പാടവന്റെ ചുണ്ടുകൾക്കിടയിലാണെന്നും അവൻ അവയെ നുണയുകയാണെന്ന് തിരിച്ചറിഞ്ഞതും അവൾ ശക്തിയോടെ തള്ളി മാറ്റിയവനെ. ശക്തിയിൽ ശ്വാസമെടുത്തുകൊണ്ട് അവിശ്വാസത്തോടെ നോക്കിയവൾ. മുഖത്തേക്ക് ശക്തിയിൽ വന്ന് വീണ മഴത്തുള്ളിൽ വേണി സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല അവൾക്ക്. അവൾ ചുറ്റും ഹർഷനെ തിരഞ്ഞു. ഹർഷനെ കാണുന്നില്ല. 1-2 നിമിഷം കൂടെ കഴിഞ്ഞാണ് അവൾക്ക് മനസ്സിലായത് താൻ സ്വപ്നം കണ്ടതാണെന്ന്. ലിവിംഗ് ഹാളിലെ സെറ്റിയിൽ കിടക്കുകയാണ്. ജനലിലൂടെ കാറ്റിൽ മഴച്ചീത്തലടിക്കുന്നുണ്ട്. അയ്യേ, സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞു വേണി 2 കൈകളാലും മുഖം അപ്പാടെ പൊത്തിപ്പിടിച്ചു. അവൾക്ക് നാണം തോന്നിപ്പോയി. ഇതെന്ത് സ്വപ്നം ഞാൻ കണ്ടത്? ഇതെന്താ ഇങ്ങനൊരു സ്വപ്നം കണ്ടതിപ്പോ? അയ്യേ അയ്യേ, ആരേലും അറിഞ്ഞ? ചമ്മലോടെ നെറ്റിലിടിക്കുകയും കണ്ണുകൾ ഇറുകെ പൂട്ടുകയും ചെയ്തവൾ
ശ്യാമിന്റെ ഏട്ടൻ രാധിക ആന്റിയുടെ മകൻ, നെയ്ബർ, സ്ഥലം എസ് ഐ. ഇതിൽ കൂടുതൽ താനുമായിട്ടൊരു ബന്ധവുമില്ല, ഒരു സൗഹൃദം പോലുമില്ല. എന്തിന് 1-2 മിനിറ്റിൽ കൂടുതൽ സംസാരിച്ചിട്ട് പോലുമില്ല, നേരാവണ്ണമെന്ന് കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നത്. അവൾക്ക് ചമ്മലിനോടൊപ്പം തന്നെ അവിശ്വസനീയതയും തോന്നി. അയാളെ സ്വപ്നം കണ്ടതല്ല, സ്വപ്നത്തിൽ ആ സീനാണ് അവൾ അസ്വസ്ഥമാക്കിയത്. ഒരു കാരണവുമില്ലാതെ അനാവശ്യമായി തന്റെ ചിന്തകളിൽ പോലും വരാത്തയാൾ. അയാൾ തന്നെ കിസ് ചെയ്തിരിക്കുന്നു, തന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചിരിക്കുന്നു, തന്റെ ചുണ്ടുകളെ വായിലാക്കി നുണഞ്ഞിരിക്കുന്നു. എന്തൊരു ഭീകരമായ സ്വപ്നമാണിത്. ആ ഫീല് ശരിക്കും അനുഭവിച്ചു. തന്റെ ചുണ്ടിൽ ഇപ്പോഴും ആ നനവുണ്ടെന്ന് തോന്നിയവൾക്ക് അറിയാതെ വിരലാൽ അവൾ കീഴ്ചുണ്ടിലൊന്ന് തൊട്ടു. അടുത്ത നിമിഷം തന്നെ തന്റെ ചിന്തകളും പ്രവൃത്തിയും ഓർത്തവൾ പിന്നെയും മുഖം പൊത്തി. എന്താണ് വേണി, നിനക്കിത് എന്താ പറ്റിയത്? അയ്യേ, നാണില്ലേ നിനക്ക്? ശേഷേ തല കുടഞ്ഞു പോയവൾ 1-2 നിമിഷം ആ വിഷയം തന്നെ മറന്നുപോകാനെന്ന പോലെ പില്ലോ കവറിൽ കഴിഞ്ഞരടി. പക്ഷേ കൂടുതൽ തെളിച്ചത്തോടെ ആ സ്വപ്നം തന്നെ വീണ്ടും വീണ്ടും ഓർത്തവൾ. ആ ചുണ്ടുകളും ചൂടും നനവും മനസ്സിലേക്ക് ഇരിച്ചെത്തിയപ്പോൾ അവൾ വെപ്രാളത്തോടെ പിന്നെയും തലകുടഞ്ഞു. ശ്യാമിനെയും രാധികയും ഡിസ്ചാർജ് ചെയ്യുന്ന ഇന്നാണ്. ഈ ദിവസങ്ങൾ കൊണ്ട് ഒരു വാടക വീടിന് പരമാവധി ശ്രമിച്ചെങ്കിലും ഹർഷന് കിട്ടിയില്ല. ക്വാർട്ടേഴ്സിലേക്ക് മാറിയാലോ എന്ന് അവന്റെ താല്പര്യം പറഞ്ഞപ്പോൾ ഷാജിയും സന്ധ്യയും സ്നേഹത്തോടെ അതിനെ എതിർത്തു. വാടക വീട് റെഡിയാവും വരെയും തങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ അവനെ അവർ നിർബന്ധിച്ചു. അമ്മയുടെയും അനിയന്റെയും ആരോഗ്യസ്ഥിതിയും ഇഷ്ടവും കൂടെ വിലക്കെടുത്താണ് അവൻ പിന്നെ ഷാജിയോടും സന്ധ്യയോടും സമ്മതം പറഞ്ഞ്. അവർക്ക് ഒരുപാട് സന്തോഷം നൽകിയ അവന്റെ ആ തീരുമാനം. ഷാജി അമ്മലും പോയിരുന്നില്ല ഹോസ്പിറ്റലിലേക്ക്. ഹർഷൻ അവന്റെ കാറിൽ വിളിച്ചുകൊണ്ട് വരാമെന്നാണ് പറഞ്ഞത്. ഏകദേശം 11 മണിയായപ്പോഴേക്കും അവർ വീട്ടിലെത്തി. കാർ വന്നു നിന്നും ഉമ്മറത്ത് കാത്തിരിക്കുകയായിരുന്ന വേണിയും ഷാജിയും അമലും മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. അമലും ഷാജിയും ചേർന്ന് ശ്യാമിനെ പിടിച്ചിറക്കി. വേണിക്ക് ആകെ സങ്കടം വന്നിരുന്നു രണ്ടാളെയും കണ്ടപ്പോൾ. രാധികാന്റിക്ക് വലിയ മുറിവുകളില്ല, എങ്കിലും ഇത്രയും ദിവസത്തെ ആശുപത്രി വാസവും ആദ്യമൊക്കെ കാരണമാവാം അവർക്ക് വല്ലാതെ പ്രായമായ പോലെ. ശ്യാം പിന്നുള്ളതിന്റെ 2 ഇരട്ടി പരിക്കുള്ള പോലെയാണ് അവന്റെ ഭാവപ്രകടനങ്ങൾ. എങ്കിലും വേണിക്ക് അവന്റെ കെട്ടുകളും മുറിവുകളൊക്കെ കണ്ടപ്പോൾ വിഷമമായി. ശ്യാമു രാധിക അകത്തേക്ക് കയറും മുമ്പ് അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി. ആ വീട് പൂർണ്ണമായും പൊളിച്ചു നീക്കിയിരുന്നു. 2 ദിവസം കൊണ്ട് തടിയുരുപ്പിടികളെല്ലാം വിൽക്കുകയും ചെങ്കല്ലൊരു ഭാഗത്ത് അടുക്കി വെച്ചിട്ടുമുണ്ട്. ഇത്രയും ദിവസം ഉണ്ടുറങ്ങിയ വീട് വാടകയ്ക്കായിരുന്നെങ്കിലും മറ്റൊരു വീടിനോടില്ലാത്തൊരു ആത്മബന്ധം ഉണ്ടായിരുന്ന ആ വീടിനോട് സ്വന്തം വീട് പോലെ. ഇപ്പോഴത്തെ അവിടുത്തെ കാഴ്ച കണ്ടപ്പോൾ നൊന്തുപോയവർക്ക് എല്ലാവരും പതി അകത്തേക്ക് കയറി. കാർ പാർക്ക് ചെയ്ത് ഹർഷനും അകത്തേക്ക് വന്നു. വേണി മനഃപൂർവ്വം എന്ന പോലെ അങ്ങനെ ഒരാൾ ഉണ്ടെന്നേ നടിക്കുന്നില്ല. അവൾ നേരത്തെ ഇട്ട് വെച്ച കട്ടൻ ചായയും ചിപ്സും അടുക്കളയിൽ നിന്നും കൊണ്ടുവന്നു. എല്ലാവരും ചേർന്ന് ആശുപത്രിയിലെയും മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ചായ കുടിച്ചു. സംസാരത്തിന് കൂടുന്നുണ്ടെങ്കിലും അച്ഛനടുത്തിരിക്കുന്നവൻ അറിയാതെ പോലും നോക്കിയില്ല വേണി. അവനടുത്ത് വന്നപ്പോഴേ അവൾക്ക് ആ സ്വപ്നം തന്നെയാണ് മനസ്സിൽ വരുന്നത്. ആലോചിക്കുമ്പോൾ കലശലായ ദേഷ്യവും ഈർഷ്യയും തോന്നുന്നുണ്ട് അവൾക്ക്. താഴെയുള്ള ഗസ്റ്റ് റൂമാണ് രാധിക്കും ശ്യാമിനായിട്ട് ഒരുക്കിയത്. മുകളിൽ ആകെയുള്ള റൂം ഹർഷന് വേണ്ടിയും. 2 റൂമിലും ബാത്റൂം സൗകര്യമുണ്ട്. സന്ധ്യ ആദ്യം തന്നെ 2 റൂമിലും ചെന്ന് നോക്കി. വേണി നല്ല വൃത്തിയിലും ഭംഗിയിലും തന്നെയാണ് 2 റൂം ഒരുക്കിയെന്ന് കണ്ടപ്പോൾ അവർക്ക് തൃപ്തിയായി. നല്ല ക്ഷീണമുണ്ടായിരുന്നതിനാൽ റൂമിലേക്ക് കയറിയത് രാധികയും ശ്യാമും ബെഡിലേക്ക് കിടന്നു. ഹർഷൻ സന്ധ്യയുടെ കൂടെ മുകളിലെ മുറിയിൽ ചെന്ന് നോക്കിയ ശേഷം സ്റ്റേഷനിലേക്ക് പോവാനിറങ്ങി. അന്നേരം രാധികയുടെ റൂമിൽ നിന്നിറങ്ങി വേണി അവനെ കണ്ടതും വഴിമാറി തന്റെ ബെഡ്റൂമിലേക്ക് വലിഞ്ഞു കളഞ്ഞു. രാത്രി അത്താഴം കഴിക്കുമ്പോൾ വേണി നിശബ്ദയായിരുന്നു. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഹർഷനിലേക്ക് ഇടയ്ക്കിടെ ആരും അറിയാതെ ഏറുകണ്ണിട്ട് നോക്കുന്നുണ്ട് അവൾ. ചപ്പാത്തി വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ഫിഷ് കറിയിൽ മുക്കി പതിയെ കഴിക്കുകയാണ് ഹർഷൻ. ഒപ്പമുള്ളവരുടെ സംഭാഷണം ശ്രദ്ധിച്ചും ഇടക്ക് മാത്രം അതിൽ പങ്കുചേരുകയും ചെയ്യുന്നവന്റെ ബാക്കി ശ്രദ്ധ ഭക്ഷണത്തിലേക്ക് മാത്രമാണ്. ശ്യാമൊഴികെ എല്ലാവരും ഒരുമിച്ച് ഡൈനിങ് ഹാളിലെ ടേബിളിന് ചുറ്റുമിരുന്നാണ് കഴിക്കുന്നത്. ശ്യാമിന് റൂമിലേക്ക് കൊണ്ടുകൊടുക്കുകയായിരുന്നു കഴിക്കാൻ. അവൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി എല്ലാവരും കഴിക്കാനിരുന്നത്. വേണി, നുള്ളിരിക്കാതെ കഴിക്കാൻ നോക്ക്, സന്ധ്യ പറഞ്ഞപ്പോൾ ഹർഷൻ അലസമായെന്ന് അവളെ നോക്കി. അമ്മയെ നോക്കി സ്പീഡിൽ കഴിക്കുന്നുണ്ട് ആള്. മുഴുവൻ കഴിച്ച് അമ്മയെ കോക്കറി കാണിച്ച് വേണി എഴുന്നേറ്റു. അടുക്കളയിൽ ചെന്ന് പ്ലേറ്റും ഗ്ലാസും കഴുകി വെച്ച് ശ്യാമിന്റെ റൂമിലേക്കാണ് അവൾ ആദ്യം ചെന്ന് നോക്കിയത്. മരുന്ന് കുടിച്ചതിന്റെ ക്ഷീണം കൊണ്ടാവണം ഉറങ്ങിപ്പോയിട്ടുണ്ട് അവൻ. അവൾ സ്വന്തം റൂമിലേക്ക് കയറി. ഡോർ അടയ്ക്കുന്നതിനിടയിൽ കണ്ടു മുകളിലേക്കുള്ള സ്റ്റെപ്സ് കയറുന്നവനെ. ഡോർ വലിച്ചടച്ച് വീട്ടിൽ ചെന്ന് വീണു വേണി. അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല സ്വയം. ആ സ്വപ്നം കണ്ടതിന് ശേഷം താൻ നോർമലല്ലെന്ന് മാത്രം അറിയാൻ. അവൾ തലയൊന്നു കുടഞ്ഞ് പില്ലോയിലേക്ക് മുഖമമർത്തി. മുകളിലെ റൂമിന് മുന്നിലെത്തി പതിയെ ഡോർ തുറന്നു ഹർഷൻ. ആകെ ഇരുട്ടാണ് മുറിക്കുള്ളിൽ. ചുമരിലെ സ്വിച്ച് ബോർഡ് പരതി. സ്വിച്ചുകൾ ഓരോന്നായി അമർത്തി. മുറിയിൽ വീണ വെട്ടത്തിൽ അവൻ അവിടെ നിന്നുകൊണ്ട് തന്നെ മുറിയാകെ നോക്കി. രാവിലെ ആന്റിയെ കണ്ടിരുന്നെങ്കിലും വലിയ രീതിയിൽ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഡോർ അടച്ച് ചുറ്റും നടന്ന് നോക്കി. ബേബി പിങ്ക് കളർ പെയിന്റ് അടിച്ച ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള റൂം. വാൾഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും കൂടെ മരത്തിന്റെ പഴയൊരു ചെറിയ ടേബിളും ഉണ്ട്. കട്ടിൽ ജനലോട് ചേർന്നാണ് ഇട്ടിരിക്കുന്നത്. വാൾഡ്രോബിന്റെ അടുത്ത് തന്നെ ബാത്റൂമിലേക്കുള്ള ഡോർ ഇത്രയേ ഉള്ളൂ. അവൻ ബെഡിലേക്ക് മലർന്നു കിടന്നു.
ഓരോ കാര്യങ്ങളായി ഓർത്ത് കുറച്ചു നേരം വെറുതെ കിടന്നു. പിന്നെ കർട്ടൻ മാറ്റി ജനൽ പാളിയൊന്ന് തുറന്നിട്ടു. ചാറ്റൽ മഴയുണ്ട് പുറത്ത്. നല്ല തണുപ്പ് ജനലിലൂടെ അകത്തേക്ക് കയറി. അവൻ കണ്ണുകളടച്ച് കിടന്നു. രാവിലെ വേണി എഴുന്നേറ്റ് ചെന്നപ്പോൾ സന്ധ്യ അടുക്കളയിലുണ്ട്. എല്ലാവർക്കുള്ള ഇടിയപ്പവും കടലക്കറിയും ഉണ്ടാക്കി ചായക്കുള്ള വെള്ളം വെക്കുകയാണ്. അമ്മ ഇത്ര പെട്ടെന്ന് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ? വേണി ചെന്നതിൽ ചോദിച്ചു. സന്ധ്യ അപ്പോഴാണ് അവളെ കണ്ടത്. ഞാനിന്ന് എന്നും എണീക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ നേരത്തെ എണീറ്റു. അതുകൊണ്ട് എന്താ, രാവിലത്തേക്ക് കഴിക്കാനുള്ളതായി കഴിഞ്ഞു. ഞാനെന്നാ പോയി മുറ്റടിച്ചിട്ട് വരാം. വേണി അമ്മയോട് പറഞ്ഞ് അടുക്കള വാതിലൂടെ മുറ്റത്തേക്ക് ഇറങ്ങി. ചൂലുമെടുത്ത് ഒരറ്റത്തു നിന്നും മുറ്റമടിച്ചു വാരാൻ തുടങ്ങി. മുറ്റമെല്ലാം അടിച്ചു വാരി വേണി അകത്തേക്ക് കയറിയപ്പോൾ രാധിക എണീറ്റിട്ടുണ്ട്. സന്ധ്യയുടെ കൂടെ അടുക്കളയിലെ ടേബിളിന് ചുറ്റുമിരുന്ന് വർത്തമാനത്തിലാണ്. ആന്റി എണീറ്റോ? വയ്യാതെ ഇപ്പോഴെന്തിനു എണീറ്റ ആന്റി? കുറച്ചേരം കൂടി കിടക്കായിരുന്നില്ലേ? ആർക്കടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചവൾ. എനിക്ക് അത്രയ്ക്ക് വയ്യായിക്കുന്നില്ല വേണി. മുറിയുള്ളിടത്ത് ചെറിയ വേദന മാത്രം. അതും കുറഞ്ഞു തുടങ്ങി. പിന്നെ അർഷൻ ഇങ്ങോട്ട് പോരും മുമ്പ് ഒത്തിരി തവണ പറഞ്ഞതാ അമ്മ നേരത്തെ എണീക്കണേന്ന്. ചെക്കന് നല്ല മടിയുണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നതിലേ. രാധിക ഒരു ചിരിയോടെ പറഞ്ഞു. വേണിക്കും സന്ധ്യയ്ക്കും മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊരു വീട്ടിൽ നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട്. നിവൃത്തികേട് കൊണ്ട് മാത്രമാണ് ഹർഷനും സന്ധ്യയുടേക്ക് വന്നതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരൊരു രീതിയിലും ബുദ്ധിമുട്ടിക്കുകയോ മറ്റൊരു വീടാണ് തോന്നിക്കുന്ന വിധത്തിൽ അറിയാതെ പോലും തങ്ങൾ ആരുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവരുതെന്ന് മുന്നേ തന്നെ തീരുമാനിച്ചതാണ്. എന്റെ രാധികയെ, നിങ്ങളെന്താ അന്യരാണോ? ഞങ്ങൾക്കാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആവശ്യം വരുന്നെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ഒഴിവാക്കുമോ? ഇല്ലല്ലോ. അത്ര തന്നെയല്ലേ ഉള്ളൂ ഇതും. പിന്നെ നിങ്ങളിവിടെ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. ഹർഷന് മാത്രമല്ലേ കുറച്ചൊരു പരിചയക്കേടുള്ളൂ. അതൊക്കെ നമുക്ക് മാറ്റാം. വീടൊക്കെ ശരിയായി ആരോഗ്യമൊക്കെ വീണ്ടെടുത്തിട്ട് ഇനി നിങ്ങൾ ഞങ്ങളിവിടുന്ന് വിടും. അതുകൊണ്ടൊരു മടിയും പ്രയാസവും വേണ്ട ഇവിടെ നിൽക്കുന്നതിൽ. സന്ധ്യ കട്ടായം പോലെ പറഞ്ഞു. അതെ, നമുക്കിവിടെ അടിച്ചു വിളിക്കാൻ ആന്റി. വേണി അവരുടെ ചുമലിലൂടെ കൈകളിട്ട് ആരോ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. രാധികക്ക് അത് കേട്ടതോടെ മനസ്സൊന്നുകൂടെ റിലാക്സ് ആയതുപോലെ തോന്നി. എന്നാ പിന്നെ അത്രയേ ഉള്ളൂ, രാധിക ഒരു ചിരിയോടെ പറഞ്ഞു. ഹർഷൻ കണ്ണുറക്കുമ്പോൾ സമയം 7 മണിയാവാൻ തുടങ്ങിയിരുന്നു. അവൻ കണ്ണുകൾ തുറന്ന് മൊബൈൽ സമയം നോക്കിയപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. ഇത്ര നേരം ഉറങ്ങിപ്പോയോ? ചിന്തിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റൊന്ന് സ്ട്രെച്ച് ചെയ്തു അവൻ. കുറച്ചധികം ദിവസമായി ഓവർ ഡ്യൂട്ടിയാണ്. കൂടാതെ 2-3 ദിവസം അടുപ്പിച്ച് ഹോസ്പിറ്റലിലെ കിടപ്പും. എല്ലാ ക്ഷീണവും കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയതാണ്. അവൻ ഇന്നലെ കിടക്കും മുമ്പ് തുറന്നിട്ടിരിക്കുന്ന ജനൽപ്പാളി അടച്ചു. ഇന്നലെ വലിയ മഴയൊന്നും പെയ്തില്ലെന്ന് തോന്നിയവന് നേരം കളയാതെ വേഗം ഫ്രഷ് ആവാനായി ബാത്റൂമിൽ കയറി. 7:30 ആയപ്പോഴേക്കും കുളിച്ച് യൂണിഫോം എടുത്തിട്ട് അവൻ പിന്നെ മുടിച്ചീകി പുറത്തേക്ക് ഇറങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.